എറണാകുളം ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനൂപിനെ റിമാൻഡ് ചെയ്തു. ചോറ്റാനിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തി. ഗുരുതരമായി പരിക്കേറ്റ 19-കാരി വെന്റിലേറ്ററിൽ തുടരുകയാണ്. അനൂപ് ചുറ്റിക ഉപയോഗിച്ചാണ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ പാടുകൾ ശരീരത്തിലുണ്ട്. പിന്നാലെ പെൺകുട്ടി ഷാള് കഴുത്തിൽ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഷാള് മുറിച്ചിട്ട അനൂപ് ശബ്ദം പുറത്തുവരാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു. പെൺകുട്ടി മരിച്ചെന്ന് കരുതിയാണ് അനൂപ് വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം പ്രതി പോലീസിനോട് സമ്മതിച്ചു. സെക്ഷൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. റിയാക്ട് ചെയ്ത സമയത്ത് അറ്റാക്ക് ചെയ്ത് സെൽഫായിട്ട് ഹാങ് ചെയ്ത സമയം കട്ട് ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട്. ബലാത്സംഗം അതുപോലെ തന്നെ കൊലപാതകം കൈവച്ചിട്ടുള്ളതാണ് മർദ്ദിച്ചിട്ടുള്ളത്. ചുറ്റുവെച്ചും മർദ്ദിച്ചിട്ടുണ്ട്. ദേഹമാസകലവും കൺഫ്യൂഷനും ഉണ്ട്. കഴുത്തിലും അടിവയറിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. പെൺകുട്ടി അബോധാവസ്ഥയിൽ 10 മണിക്കൂറാണ് കിടന്നത്. കുട്ടിയുടെ ബന്ധു എത്തിയതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് അനൂപ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. ലഹരിയടക്കം കൈമാറിയിരുന്നതായും സംശയമുണ്ട്. പ്രതിയെ നാട്ടുകാരും തിരിച്ചറിഞ്ഞു. അത് പരിസരവാസികൾ പലരും കണ്ടിട്ടുള്ള അവരെന്നെ ഉറപ്പിച്ചു അവൻ തന്നെയാണ്. ഇയാൾക്കെതിരെയാണ് നമ്മൾ നേരത്തെ പരാതി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അനൂപിനെതിരെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. സ്ഥിരമായി വരുന്ന ആളാണ്. കേസിൽ മറ്റു പ്രതികളില്ല. പെൺകുട്ടിയുടെ സ്വത്തുക്കളും പ്രതി ലക്ഷ്യം വച്ചിരുന്നതായാണ് പോലീസിന്റെ സംശയം. താനല്ലാതെ മറ്റൊരാളുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ട് എന്ന സംശയമാണ് അനൂപിനെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത്. ഭിന്നശേഷിക്കാരെ ഇത്തരത്തിൽ ആക്രമിച്ച പ്രതിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.